ഇത് കൊള്ളാമല്ലോ. കൂട്ടുകാർക്കെല്ലാം കൊടുക്കാം. നല്ല പഴുത്ത പറങ്കി മാങ്ങ. ഇവിടെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാ. എന്നാ ഞാൻ പോട്ടെ, എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കണം. ഒരെണ്ണം നിങ്ങക്ക്, ഒന്ന് ബാനുവിനും ബബ്ലുവിനും, ഒന്ന് ഞങ്ങൾക്കും. തക്കാളി വാങ്ങിയോ? വാങ്ങി. ഇതെന്താ? എന്താ എന്താ അമ്മേ? ഇത് 8 ഉള്ളോ? ബാക്കി 2 തക്കാളി എവിടെ? 2 തക്കാളിയോ? 10 തക്കാളിയല്ലേ വാങ്ങാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ 8 ഉള്ളൂല്ലോ. വഴിയിലെങ്ങാനും കളഞ്ഞോ? അതോ നിങ്ങളെടുത്ത് കഴിച്ചോ? ഒന്ന് ഉരുണ്ട് വെള്ളത്തിൽ വീണു. ഒന്ന് കാക്ക കുത്തിക്കൊണ്ടുപോയി. സത്യം. ശരി ശരി, പോയത് പോട്ടെ. നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. പക്ഷേ 2 തക്കാളിയെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? 10 നിന്നും 8 കുറച്ചാൽ 2 കിട്ടും. കുറച്ചാലോ? അതെങ്ങനെയാ കുറയ്ക്കുന്നേ? ഇങ്ങോട്ട് നോക്ക്, ഇതൊന്ന് എണ്ണീക്കേ. 1 2 3 4 5 6 7 8 9 10. അതിന്ന് ഒരെണ്ണം മാറ്റിക്കോ. ഇനി ബാക്കി എത്ര? എണ്ണി നോക്ക്. 1 2 3 4 5 6 7 8 9. അപ്പോ 10 നിന്നും 1 മാറ്റിയാൽ 9. ശരി. അതായത് 10 നിന്നും 1 കുറച്ചാൽ 9. ഇനി ഒന്നുകൂടി മാറ്റിയിട്ട് ബാക്കി എത്രന്ന് പറ. 1 2 3 4 5 6 7 8. അപ്പോ 10 നിന്നും 2 കുറച്ചാൽ 8. അപ്പൊ പറഞ്ഞേ, 10 നിന്നും 2 തക്കാളി കുറഞ്ഞാൽ എത്ര തക്കാളി ബാക്കി വരും? 8 തക്കാളി. അങ്ങനെയാണെങ്കിൽ 10 നിന്നും എത്ര തക്കാളി കുറച്ചാലാ 8 എണ്ണം ബാക്കി വരിക? 2 തക്കാളി. കഴിച്ചിട്ട് കൊള്ളാമോ എന്ന് പറ കുറുക്കൻ ചേട്ടാ. ഇത് അടിപൊളി പറങ്കി മാങ്ങയാണല്ലോ. ഇത് എവിടുന്ന് കിട്ടി? അതൊക്കെ പിന്നെ പറയാം.
അയ്യോ, ഒരെണ്ണം കാണുന്നില്ലല്ലോ. എന്താ ഈ തിരയുന്നേ? അതോ, ഞാൻ കൊണ്ടുവന്ന പറങ്കി മാങ്ങകൾ. അതിലൊന്ന് കാണുന്നില്ല. സഞ്ചിന്ന് തെറിച്ചു പോയതാ. ഏ, പറങ്കി വാങ്ങയോ? അല്ല, എവിടെയാ വീണത്? ഇവിടെ എവിടെയോ ആണ്. ആ, വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാവുന്നേ. നിങ്ങൾ എന്താ ഇവിടെ നോക്കുന്നേ? എന്തെങ്കിലും കളഞ്ഞു പോയോ? പറങ്കി മാങ്ങയാണ് ചേട്ടാ. എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയതാ ചേട്ടാ. പറങ്കി വാങ്ങയല്ലേ, അത് വെറുതെ കളയണ്ട, ഞാനും കൂടെ നോക്കാം. ഇവരെന്തായി നോക്കുന്നേ? ആ, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, നിങ്ങൾ എന്തായി നോക്കുന്നേ? ഓ, ഒരു പറങ്കി വാങ്ങയാ കുട്ടികളെ. ആ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി കൊണ്ടുവന്നതാ. സൈക്കിൾ കുഴി ചാടിയപ്പോ കുറെ പഴങ്ങൾ തെറിച്ചു പോയി. തിരികെ എടുത്ത് സഞ്ചിയിലിട്ടപ്പോ ഒരു പഴം കാണുന്നില്ല. അപ്പോ ആകെ എത്ര പഴം ഉണ്ടായിരുന്നു? 10 എണ്ണം. ആർക്കെങ്കിലും കൊടുത്തോ? ആ, കൊടുത്തു. നിങ്ങളുടെ വീട്ടിൽ 3, പിന്നെ കുറുക്കൻ ചേട്ടൻ ഒരെണ്ണം. ആ, അനിയ ഒരെണ്ണം കഴിച്ചില്ലേ? ആ, ശരിയാ. എന്നാൽ ഒന്ന് കാണാനുണ്ട്. കുഴി ചാടിയപ്പോ ശബ്ദം ഞാൻ കേട്ടതാണ്. മുള്ളൻ ചേട്ടാ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ആ, ഇത് 10 കല്ലുണ്ട്. ഓ, 10 പഴങ്ങളായി കൂട്ടിക്കോ. ആ, 3 എണ്ണം ഞങ്ങളുടെ വീട്ടിൽ കൊടുത്തു. ഉം, ഒരെണ്ണം കുറുക്കൻ ചേട്ടനും കൊടുത്തു. ആ, മുള്ളൻ ചേട്ടൻ ഒരെണ്ണം കഴിച്ചു. ആ, അപ്പൊ ബാക്കി എത്ര? 5. ഇപ്പോ കയ്യിൽ 5 പഴങ്ങളില്ലേ? ആ, ഉണ്ടല്ലോ 5 എണ്ണം. 10-ൽ നിന്ന് 5 കുറച്ചാൽ ബാക്കി 5. അപ്പൊ ഒന്നും കളഞ്ഞില്ലല്ലോ. ഷോ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്തായാലും നിങ്ങൾ വന്നതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായി. അല്ല, നിങ്ങൾ മിടുക്കന്മാരാണല്ലോ. അതാർക്കാ അറിയാത്തത്? ഇനിയിപ്പോ ഞാൻ ഈ പഴങ്ങൾ കൊണ്ട് നടക്കണ്ടല്ലോ. ഈ പഴങ്ങൾ നിങ്ങൾക്ക് തരാൻ തന്നെയായിരുന്നു. ആഹാ, വെറുതെയാണ് തിരഞ്ഞതെങ്കിലും സംഗതി അടിപൊളി തന്നെ. ഉം?